അപ്പൊ ഇന്ന് പൂരാട ദിവസത്തെ ഓണക്കാഴ്ചകളും ഓണ സന്തോഷവും ഓണ വിവരങ്ങളൊക്കെ കാണാൻ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, ഇന്ന് എന്റെ കൂടെ ലക്ഷ്മി ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഓണ വിശേഷങ്ങൾ കാണുമല്ലേ? അതെ അതെ, പൂരാട ദിനത്തിൽ ഓണവിശേഷങ്ങളുമായി നമ്മൾ എത്തിയിരിക്കുന്നത് കായംകുളത്ത് KTDCയുടെ മുന്നിലാണ്. KTDCക്കാരെല്ലാവരും ഒരുപാട് പായസം, എല്ലാ വർഷവും ഒരുപാട് പായസങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പൊ ഈ വട്ടം വെറൈറ്റി പായസം ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്കത് കാണല്ലേ? ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യമാണ് പായസങ്ങൾ. അപ്പൊ ഇന്ന് നമുക്കിവിടെ വിവിധ തരത്തിലുള്ള പായസങ്ങളെ കുറിച്ച് അതിന്റെ വിശേഷങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം. KTDCയുടെ മാനേജറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ട് ഫുൾ സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അങ്കിളാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ KTDCയുടെ മാനേജറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ വിവിധ തരത്തിലുള്ള പായസങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. എനിക്ക് അങ്കിളാന്ന് തോന്നുന്നു ഇവിടുത്തെ എല്ലാം ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാം അറേഞ്ച് ചെയ്യുന്നത് അങ്കിളാന്ന് തോന്നുന്നു. നമുക്ക് അങ്കിളിനോട് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ പേരെന്താ? റിയാസ്. അപ്പം അങ്കിളാണോ ഇതെല്ലാം അറേഞ്ച് ചെയ്ത്? ഞാൻ ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുക്കുമാർ വേറെയാണ്. നമ്മുടെ പായസം ഉണ്ടാക്കുന്നത് മുഴുവൻ നമ്മുടെ ഷെഫുമാരാണ്. അവർക്ക് നല്ല 10-20 വർഷം എക്സ്പീരിയൻസ് ഉള്ള KTDCയുടെ സ്റ്റാഫുകളാണ് പായസം തയ്യാറാക്കുന്നത്. എത്ര തരത്തിലുള്ള പായസങ്ങളാണ് നമ്മൾ 5 ദിവസങ്ങളിലായിട്ട് 15-ൽ പരം വെറൈറ്റി പായസങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ ഓരോ ദിവസവും 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസങ്ങളായ പാലട, അട, ഗോതമ്പ്, പരിപ്പ് അതെല്ലാ ദിവസവും ഉണ്ടാവും. ബോളിയും കൂടെ കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും? ഇല്ല, ബോളി നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. KTDC ബോളി ഇല്ല. നമ്മൾ പായസമാണ്. വിവിധ തരത്തിലുള്ള രുചികൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക. കായംകുളത്തെ എല്ലാ ജനങ്ങളിലേക്കും എല്ലാവിധം. നമ്മളിപ്പോൾ ചക്കയാണെങ്കിൽ നേരത്തെ വരട്ടി വെക്കും, മാമ്പഴമാണെങ്കിൽ നേരത്തെ വരട്ടി വെക്കും. എന്നിട്ട് അതൊക്കെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഇപ്പൊ എത്ര ദിവസങ്ങൾ, ഇത്രയും ദിവസത്തിനിടയ്ക്ക് എത്ര ലിറ്റർ പായസം വിറ്റ് കാണും? ഇപ്പോൾ ആദ്യത്തെ 2 ദിവസമാണ് ഇപ്പോൾ കഴിഞ്ഞത്. 3-ാം ദിവസമാണ്. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഏകദേശം 120 ലിറ്റർ പായസം സെയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സെയിൽ പ്രതീക്ഷിക്കുന്നത് ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെട്ട പായസം ഏതാണ്? ഏറ്റവും കൂടുതൽ അടപ്രഥമനാണ്. പായസം ഏറ്റവും കൂടുതൽ സെയിൽ അടപ്രഥമനാണ്. ബാക്കി സ്പെഷ്യൽ പായസമൊക്കെ കുറച്ചേ പോകത്തുള്ളൂ. അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാ? എനിക്ക് ഇപ്പൊ ഇതുവരെ കുടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നവരത്നം. നവരത്നം പായസത്തിന്റെ 4 തരത്തിലുള്ള ധാന്യങ്ങളും 5 തരത്തിലുള്ള ഫ്രൂട്ട്സും ഉൾപ്പെടെയുള്ള ഒരു പായസമാണ്. വെറൈറ്റി പായസം. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത്. അല്ല, അത് സ്പെഷ്യൽ പായസമാണ്. അത് ഇപ്പൊ തീർന്നു. ഇനിയിപ്പോ ആകെ ഇച്ചിരിയേ ഉള്ളൂ. രാവിലെ 50 ലിറ്റർ ഉണ്ടാക്കിയതാണ്. അതിൽ ഏകദേശം 40 ലിറ്റർ പോയി കഴിഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്ക് പായസം എല്ലാം തീർന്നു തുടങ്ങുമോ? ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടാക്കും. 2 പ്രാവശ്യം ഉണ്ടാക്കുന്നത്, രാവിലെ 1, ഉച്ചയ്ക്ക് 1. അങ്കിളാണോ എല്ലാ വർഷവും ഇത് അറേഞ്ച് ചെയ്യാറ്? ഞാനിപ്പോ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. മാനേജർമാർ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ അങ്കിളിൽ കായംകുളത്ത് ആദ്യമായിട്ടാണ് ഈ പരിപാടി അങ്കിൾ ചെയ്യുന്നത്. ഓണം ആഘോഷങ്ങൾ വീട്ടിലെ കുടുംബമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ഞങ്ങൾക്ക് KTDC അത് പൊതുവെ ഹോട്ടൽ ജീവനക്കാർക്ക് കുടുംബത്തോടൊപ്പം ഓണമല്ല ഒരു വിശേഷങ്ങളും ആഘോഷിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് അതിഥികളെ സ്വീകരിക്കലാണ് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം. അപ്പൊ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ലീവ് കിട്ടും. അപ്പൊ വീട്ടുകാർക്ക് തിരുവോണത്തിന് ഇവിടെ ആൾക്കാർ സദ്യ കഴിക്കാൻ വരാറുണ്ട്. പായസത്തിന് തിരുവോണത്തിന് വെറൈറ്റി ആയിട്ട് വരാറുണ്ടോ? ഉത്രാടം, തിരുവോണം ഇതില് 30 വിഭവങ്ങൾ അടങ്ങിയ വിപുല സമൃദ്ധമായ ഓണസദ്യ. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാം ഉണ്ട്. അത്ര ഐറ്റംസ് ഉള്ള 30 വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയാണ് കൊടുക്കുന്നത്. അത് ഉത്രാട ദിവസമുണ്ട്, തിരുവോണ ദിവസമുണ്ട്. അത് വന്ന് കഴിക്കുകയും ചെയ്യാം. അതെല്ലാം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പാർസൽ കിറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്കിൾ ഇവിടെ നിന്നാണോ അപ്പൊ തിരുവോണത്തിന് സദ്യ കഴിക്കുന്നത്? അതെ, ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നാണ് തിരുവോണത്തിന്. ഞങ്ങൾ ജീവനക്കാരെല്ലാവരും 27 പേരുണ്ട് ഇവിടെ. ഈ 27 പേരും ഇവിടെ നിന്നായിരിക്കും അന്നത്തെ ദിവസം. ജീവനക്കാരെല്ലാം ഇവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ചെറുതായിട്ട് തിരുവോണം കഴിഞ്ഞ ശേഷം കസേര കളി, പിന്നെ ചെറിയ ഡാൻസ്, പിന്നെന്താണ് ലെമൺ സ്പൂൺ റൈസ്, സാധാരണ ഓണം കളികൾ, അതൊരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. അങ്കിളിന്റെ എനർജി കണ്ടല്ലോ അറിയാം. അങ്കിള് പാട്ട് പാടും ഓണപരിപാടി. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പാടും. ഓണപ്പാട്ട് ഞാനില്ല. ഇഷ്ടമുള്ള പാട്ട് പാടും. ഇഷ്ടമുള്ള 2 വരി. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. നമ്മുടെ ലക്ഷ്മിയും കൂടെ പാടിയിട്ടുണ്ട്. ഇപ്പൊ 2 പേരും ഭയങ്കര പാട്ടുകാരാണ്. എനിക്ക് പാടാൻ അറിയത്തില്ല. പക്ഷെ എങ്ങനെയുണ്ട് ഇപ്പൊ പാട്ടൊക്കെ പാടും? ഒരു പാട്ടാകുമ്പോ നമുക്ക് വേണ്ടി പാടുവോ? ഇപ്പൊ ഒരു പാട്ട് പാടും. അങ്കിള് സപ്പോർട്ടിന് വേണ്ടി പാട്ട് പാടുവോ? അങ്കിൾ എന്തായാലും പാടി. ഇപ്പൊ സപ്പോർട്ടിന് വേണ്ടി പാടുവോ? എനിക്ക് പാടാൻ അറിയത്തില്ല. ഇപ്പൊ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ വേറെ ഇവിടെ അങ്കിള് വന്നിട്ടുണ്ട്. അങ്കിൾ ഫുൾ തിരക്കിലായിരുന്നു. കുറച്ച് സമയം നമുക്ക് വിശേഷങ്ങൾ അറിയാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം പായസങ്ങളുടെ വിശേഷങ്ങൾ. നമുക്ക് അപ്പൊ അങ്കിളിനോട് ചോദിക്കാം. ജോസഫ്, ഞാൻ റെസ്റ്റോറന്റിൽ ഇൻചാർജാണ്. ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരുക്കിയിരിക്കുന്നത് മുളയരി പായസമാണ്. ഈ മുളയരി പായസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തനതായ വയനാട്ടിൽ നിന്ന് ആദിവാസികളുടെ ഇടയിൽ നിന്ന് അത് എടുത്തതാണ് ആ മുളയരി. അത് നമ്മൾ അവിടുന്ന് വരുത്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മുളയരി പായസമാണ്. നല്ല തിരക്കാണ്, എല്ലാവരും വന്നത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പൊ മറ്റേ അങ്കിള് പറഞ്ഞു എല്ലാ ദിവസവും ഓരോ വെറൈറ്റി പായസം ഉണ്ട്. അപ്പൊ ഇന്നത്തെ വെറൈറ്റി മുളയരി പായസം ഇന്നത്തെ സ്പെഷ്യലാണ് ഞങ്ങളുടെ മുളയരി പായസം. നാളെ എന്തായിരിക്കും? നാളെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ആഹാർ സ്പെഷ്യൽ പായസമാണ്. ആഹാർ സ്പെഷ്യൽ. അതിന്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നവരസ പായസമാണ്. നവരസ പായസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, 9 നവരസങ്ങൾ, അതായത് 9 ഫ്രൂട്ട്സ് ചേർത്തുണ്ടാക്കുന്ന പായസമാണ്. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആഹാറിന്റെ സ്പെഷ്യലാണ് അത്. അപ്പൊ നിങ്ങൾ എല്ലാ ബ്രാഞ്ചിലും ഇതേ സ്പെഷ്യൽ തന്നെ ആയിരിക്കും? അല്ല, അതാത് ബ്രാഞ്ചില് അവരവർ ചെയ്യുന്ന സ്പെഷ്യലാണ്. താങ്കളുടെ പ്ലാനിങ് ഞാൻ തോന്നുന്നു ആഹാർ സ്പെഷ്യൽ അല്ല, ഞങ്ങളുടെ ഷെഫാണ് അതിന്റെ മെയിൻ. ഈ മുളയരി പായസവും നവരസ പായസവും അതിന്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. പ്രൈസ് ഞങ്ങൾ എല്ലാ പായസത്തിനും 1 ലിറ്ററിന് 380 രൂപയാണ്. 1/2 ലിറ്ററിന് 200 രൂപ. 1 ലിറ്റർ ഏത് പായസം വാങ്ങിച്ചാലും 380 രൂപ. അതാണ് ഞങ്ങളുടെ റേറ്റ്. അപ്പൊ ഇന്ന് തിരക്കൊക്കെ ഉണ്ടോ ഇവിടെ? ഇന്നിപ്പോ നല്ല തിരക്കാണ്, അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാം ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നതാണ്, എല്ലാം തീർന്നുപോയി, തീരാറായിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുളയരി പായസം ടേസ്റ്റ് ചെയ്യാൻ തരുമോ? തരാമല്ലോ, തീർച്ചയായിട്ടും തരും. ഏറ്റവും കൂടുതൽ ഇനി 2 ദിവസത്തിനുള്ളിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഇന്ന് ഈ ദിവസങ്ങളിൽ ഏറ്റവും തിരക്കെന്നായിരുന്നു? ഉത്രാടം തിരുവോണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. തിരുവോണം എല്ലാ വർഷവും ഇവിടെ ഉണ്ടാക്കുമ്പോൾ പായസം എങ്ങനെയായാലും ഒരു 11 മണി 12 മണിക്ക് മുമ്പായിട്ട് തീരും. അത്രയ്ക്കും ക്രൗഡ് ആയിരിക്കും തിരുവോണത്തിന്. അപ്പൊ ഞങ്ങൾ ഈ വർഷം അതിവിപുലമായ സജ്ജീകരണമാണ് ചെയ്തിരിക്കുന്നത്, മാക്സിമം വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ അങ്കിള് ഓണപ്പരിപാടി, മറ്റേ അങ്കിള് പറഞ്ഞു ഇവിടെ തിരുവോണം കഴിഞ്ഞ് ഓണപ്പരിപാടിയൊക്കെ ഉണ്ടെന്ന്. ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഓണ സെലിബ്രേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഓണാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാഫിന് വേണ്ടി നടത്തുന്നത്? ഞങ്ങള് സ്റ്റാഫിന്റെ ഇടയിലെ ഓണാഘോഷ പരിപാടികൾ, അത് മത്സരമായിട്ടുണ്ട്, കോമൺ ആയിട്ട് നടത്തുന്നുണ്ട്, ഗെയിംസ്, അങ്ങനെ സ്റ്റാഫിന്റെ മത്സരത്തിൽ അങ്കിളാണോ ഫസ്റ്റ് അടിക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങളെല്ലാം പങ്കെടുക്കാറുള്ള പരിപാടികളാണ്. അതിനകത്ത് നമ്മുടെ പണ്ട് തൊട്ടേ നടക്കുന്ന കസേര കളി, അത് ടീമായിട്ടാണെങ്കിൽ വടംവലി മത്സരം വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുകയാണ്. വടംവലി മത്സരത്തിന്റെ സമ്മാനം തന്നെ പായസമാണോ? പായസമല്ല, അത് നമ്മൾ ട്രോഫിയാണ് കൊടുക്കുന്നത്. നമുക്കിനി അവിടെ അകത്താണെങ്കിൽ കരിക്ക് പായസം ഇന്നത്തെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് കരിക്ക് പായസം. ഈ പായസം ഉണ്ടാക്കാന്ന് പറയുന്ന ഒരു കല തന്നെയാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു കലയല്ല. പാചകം ചെയ്യുന്നത് തന്നെ ഒരു വലിയ കലയാണ്. പായസം ഉണ്ടാക്കാൻ ഒരുപാട് കല വേണം. അപ്പൊ നമ്മുടെ KTDC വർഷങ്ങളായിട്ട് പായസം ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഷെഫിനോട് ചോദിക്കാം ഷെഫിന്റെ വിവരങ്ങളൊക്കെ. പായസം ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ? പിന്നെ പായസം ഉണ്ടാക്കാറില്ല. പായസം കുടിക്കാൻ ഇഷ്ടമാണ്? പിന്നല്ല, അമ്മ ഉണ്ടാക്കുന്ന പായസമാണ് കുടിക്കാറ് പൊതുവെ. അപ്പൊ നമുക്ക് ഇന്ന് KTDC ഷെഫിനോട് നമുക്ക് ചോദിക്കാല്ലേ പായസം എങ്ങനെ പായസം ഉണ്ടാക്കാന്ന് പറയുന്നതിന് ഒരു കൈപ്പുണ്യാണ്, രുചികരമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള. അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഷെഫിനെ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. അങ്കിളുടെ പേരെന്താ? അപ്പൊ അങ്കിളാണ് ഇവിടെ വർഷങ്ങളായിട്ട് KTDC പായസം തയ്യാറാക്കുന്നത്. അപ്പൊ എന്താ ഇന്നത്തെ സ്പെഷ്യൽ പായസം? മുളയരി പായസം എന്ന് പറഞ്ഞത് തയ്യാറായോ? ഇന്ന് സ്പെഷ്യൽ നമ്മൾ കരിക്ക് പായസമാണ്. ഇന്ന് സ്പെഷ്യൽ കരിക്ക് പായസം. കരിക്ക് പായസത്തിന്റെ കൂട്ടുകള്, പ്രത്യേകതകള്? ഇന്ന് കരിക്ക് മെയിൻ ആണ്, അതിന് പാല് പിന്നെ പഞ്ചസാര, അത് നമ്മൾ വഴറ്റിയെടുത്താണ്. അപ്പം ഈ പായസം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ശരിക്കും ഒരു കലയാണ്. അപ്പൊ ഈ ഓണമായിട്ട് എല്ലാ വീടുകളിലും മെയിൻ ഒരു വിഭവം തന്നെയാണ് പായസം. അപ്പൊ അങ്കിൾ ഈ വട്ടം എല്ലാ വീടുകളിലേക്കും ഓണ സന്തോഷമായിട്ട് അങ്കിളിന്റെ കൈ വെച്ച് ഉണ്ടാക്കിയ പായസമാണ്. അതിന് ഭയങ്കര സന്തോഷമുണ്ടോ? അതിയായ സന്തോഷമാണ്. അപ്പൊ അങ്കിളിന്റെ വീട്ടിലും അങ്കിള് തന്നെയാണോ വീട്ടിൽ പായസം ഉണ്ടാക്കാറ്? ഓണത്തിന് അങ്കിള് തന്നെയാണ് പായസം ഉണ്ടാക്കാറ്. മറ്റു ഓണ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല വിശേഷം, ഗംഭീര വിശേഷമായിട്ട് പോകുന്ന ഓണം എല്ലാവർക്കും ഗംഭീരമാണല്ലോ. കേരളീയർക്കും പ്രത്യേകിച്ച് ഓണമാണ്. നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും ഇത് അടിപൊളിയാണ്. അപ്പം അങ്കിള് പണ്ട് കാലം ഈ ഒരു സമയത്തും ഓണത്തിനുണ്ടായ വ്യത്യാസങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം ഇപ്പൊ നൂതനാണല്ലോ, നൂതനമാണത്. അപ്പൊ അങ്കിള് വീട്ടില് പണ്ട് അമ്മ വെച്ച പായസമായിരിക്കും അങ്കിൾ എപ്പോഴും വീട്ടില് സദ്യ കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന പായസമാണ്. ഈ പായസവും ഞാൻ അമ്മ ഉണ്ടാക്കുന്ന പായസമാണ് കഴിക്കാനാണ്, കൂട്ടുകളാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പായസം വെക്കണം, ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യലാണ് എന്റെ ഐഡിയ. ഇവിടെ അങ്കിള് പറഞ്ഞു എല്ലാം ഇവിടുത്തെ ഷെഫിനനുസരിച്ചാണ് പുതിയ പുതിയ വെറൈറ്റി വരുന്നത്. നാളത്തെ നമുക്ക് മുളയരി ഉണ്ടാവും. പിന്നെ നാളത്തെ മെയിനായിട്ട് കടലപ്രഥമാണ് ഇവിടെ കൂടുതൽ പോകുന്നത്. ഗോതമ്പ് പായസം ഉണ്ട്, അതൊക്കെ ആയിരിക്കും കൂടുതലും. നാളെ അടപ്രഥമൻ, പാലട, 2 ദിവസവും ഉത്രാടം തിരുവോണം
ഇതുണ്ടാവും. തിരുവോണത്തിന്റെ സ്പെഷ്യൽ പായസം അടപ്രഥമനായിരിക്കും. അടപ്രഥമൻ, കടലപ്രഥമൻ. ഒരു ദിവസം എത്ര ലിറ്റർ പായസം അങ്കിൾ വെക്കുന്നുണ്ടാവും? ഇതിപ്പോ നമ്മളിപ്പോ ഇന്നലെ 200 ലിറ്റർ പായസമുണ്ട്. റെക്കോർഡ് ദിവസം ഏതായിരുന്നു? റെക്കോർഡ് ഇന്നലെ 200 ലിറ്റർ. ആ അടിപൊളി. അപ്പൊ നാളെ അതിലും വലിയ റെക്കോർഡ് ആയിരിക്കത്തില്ലേ? നാളെ എനർജി. ഉത്രാടം തിരുവോണം അതിഗംഭീരമായിരുന്നു. 500 ലിറ്റർ ഒക്കെ വെക്കാം ഉറപ്പായിട്ട്. ഓൾറെഡി നമുക്ക് 300 ലിറ്റർ വന്ന ഓർഡർ ഉണ്ട്. അപ്പൊ ഇപ്പൊ അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ് പായസം, ലൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെളുപ്പിനുണ്ടാക്കിയ പായസമാണ് ഇപ്പം തീർന്നു, ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. അടുത്ത് നമ്മൾ സ്റ്റെപ്പ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഈ വട്ടത്തെ ഓണം ഞങ്ങൾ അടിപൊളി പായസം, വെറൈറ്റി പായസം ഉണ്ടാക്കട്ടെ. എല്ലാ വർഷവും വെറൈറ്റി ആയിട്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാം വെറൈറ്റി പായസം അങ്ങളുടെ കൈവച്ചുണ്ടാക്കി. അതെ, ചേർത്തലയാണ്. അപ്പൊ ഞങ്ങളുടെ ഓണാട്ടുകാരെ വന്ന് പായസം ഉണ്ടാക്കുന്നതിൽ സന്തോഷമുണ്ടോ? അതിയായ സന്തോഷം. അപ്പൊ ഈ വട്ടം അടിപൊളിയായിട്ടാവട്ടെ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള പായസങ്ങൾ കണ്ടു. ഇനി നമ്മൾ പായസം ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഷെഫ് പറഞ്ഞു ഒരുപാട് 200 ലിറ്റർ ആണ് റെക്കോർഡ് പറഞ്ഞത്. അപ്പൊ നാളെയും മറ്റന്നാളും 500 മേളിൽ ലിറ്റർ ഉണ്ടാക്കുമെന്നാണ് അങ്കിള് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പായസമാണ്. ഓണം എന്ന് പറയുമ്പോ തന്നെ മധുരമായിട്ട് ഓണത്തിന് പായസം കുടിക്കാൻ ഒരു ഭയങ്കര സന്തോഷമാണ്. പായസം കുടിക്കുമ്പോൾ തന്നെ മനസ്സ് നിറയും. ഇവിടെ ഞങ്ങൾക്ക് അങ്കിള് ഇതേ പായസം, പാലയുടെ പായസം തന്നെ ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്കിള് ഈ വട്ടം പായസം കുടിച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അങ്കിള്? ഇഷ്ടപ്പെട്ട പായസം ഉഗ്രം പായസം. അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തു. അടിപൊളി പായസം, ഒന്നും പറയാനില്ല. സൂപ്പർ പായസം. ഞാൻ മധുരം കഴിക്കാത്ത ആളാ, പക്ഷെ എനിക്ക് ഈ പായസം ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി പായസം. അടിപൊളിയാണ്. അപ്പൊ ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ KTDCയിലെ ഓണം ആഘോഷം പോലെ തന്നെയാണ് അവരെല്ലാരും പായസം ഒക്കെ കൊടുക്കുന്നത്. ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട്. ഷെഫാണ് ഈ പായസത്തിന്റെ എല്ലാം മെയിൻ എനർജി. പായസം കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് റേറ്റ് കൊടുക്കുന്നത് അടിപൊളി. 10ൽ 10 തന്നെ കൊടുക്കാം നമുക്ക്. അതെ, അടിപൊളി പായസമാണ്. മധുരമൊക്കെ ഇങ്ങനെ എന്താ പറയാ, ആ ഒരു ടേസ്റ്റ് ആണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ എന്താ പായസത്തിലൂടെ അവരവരുടെ സന്തോഷം അല്ലെ മനസ്സിലുള്ള ആ ഒരു ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയാണ്. അപ്പൊ ഓണത്തിന് നമ്മുടെ വീടുകളിലാണെങ്കിൽ പൊതുവെ നമ്മൾ 2 പായസത്തിൽ ചുരുക്കും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റി പായസം കിട്ടും. ഇപ്പൊ യാത്രക്കാർ, ഇപ്പൊ ദൂരയാത്ര പോകുന്നവർക്കാണെങ്കിലും ഓണമായിട്ടൊരു പായസം കുടിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ റോഡിൽ തന്നെ സൈഡിൽ തന്നെ നമ്മൾ KTDC പായസം ഒരുക്കിയിട്ടുണ്ട്. അപ്പം 22 മുതൽ 26 വരെയാണ് ഇവര് പായസങ്ങൾ ഒരുക്കുന്നത്. ഓരോ തിരുവോണത്തിന് തന്നെ ഒരു കലാശക്കൊട്ട് നടത്തുമെന്ന് തന്നെ തോന്നുന്നത്. റെക്കോർഡ് പായസമായിരിക്കും എന്നാ പറയുന്നത്. വിവിധ തരത്തില് ഭയങ്കര വെറൈറ്റി ഓഫ് പായസമാണ് ഇവരുണ്ടാക്കുന്നത്. ഇവിടുത്തെ ഷെഫിന്റെ തന്നെ ഐഡിയ ആണ് ഇതെല്ലാം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഷെഫ് തന്നെ പറയുന്നുണ്ട് ഷെഫിന്റെ അമ്മ ഉണ്ടാക്കുന്ന പായസമാണ് ഷെഫിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ അമ്മയിൽ നിന്ന് കിട്ടിയ കൈപുണ്യം തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് പറയുന്നത്. അമ്മയുടെ കൂട്ടാണ്, പായസക്കൂട്ടാണ് ഇവിടെ. അടിപൊളി. ഷെഫാണ് ഇവിടുത്തെ മെയിൻ. അടിപൊളി പായസമായിരുന്നു. എല്ലാവർക്കും ഇവിടെ പായസം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും വന്ന് പായസം ഈ വട്ടം കുടിക്കണം. നല്ല പായസം പോലെ ഒരു മധുരമുള്ള ഒരു ഓണം ആവട്ടെ. ഹാപ്പി ഓണം.